അസ്സലാമു അലൈക്കും. എൻ്റെ ബർത്ത്ഡേ ദിവസം എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുൻപിൽ വന്നിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബിൽ നിന്നും എനിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി. കേക്കുകളും സാരികളും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാരി ഞാനിപ്പോൾ സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വരുന്നില്ലേ, ഇത് കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ രജിത ക്രിയേഷൻസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഒരു ഗിഫ്റ്റായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് അടിപൊളി സാരിയല്ലേ. അപ്പോൾ ആ സാരിയായിട്ട് ഞാൻ വീഡിയോ ഒന്നും എനിക്കന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ആ സാരി ഉടുത്തുകൊണ്ട് എനിക്ക് ഈ വർഷം തന്നെ ആ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റി. കണ്ടോ, അതിൻ്റെ അടിപൊളി സാരിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഞാൻ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പൂച്ചക്കുട്ടി മാജിക് കോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുള്ള എൻ്റെ മുത്തുമണിയുടെ കേക്കാണ് ഇരിക്കുന്നത്. ആ മുത്തുമണിയും സാഹിലെന്ന് പറയും, അറബി എന്ന് വിളിക്കത്തില്ലേ, അവർ രണ്ടുപേരും കൂടെ തന്ന ഒരു ഗിഫ്റ്റാണത്. പിന്നെ എൻ്റെ ഇക്കാട ഒരു ഗിഫ്റ്റ് ഉണ്ട്, ആണെങ്കിൽ ഷെബീറിൻ്റെ ഗിഫ്റ്റ് ഉണ്ട്, പിന്നെ മിഠായി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ കുറേ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മുത്തുമണികളെ. കണ്ടില്ലേ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മനസ്സറിഞ്ഞ് അവർ എനിക്ക് തന്ന ഒരു സ്നേഹ സമ്മാനമാണ്. അപ്പം ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ്. ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സങ്ങ് ഭയങ്കര സന്തോഷമാണ്. ഇത് പിന്നെ എൻ്റെ ഇക്കാടെ വകയാണ് കേട്ടോ. എൻ്റെ ഇക്കായ്ക്ക് ഒരുപാടൊന്നും മേടിച്ച് തരാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കാസറോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു കാസറോൾ മേടിച്ച് തരാം നിനക്ക്, ഞാനും ബർത്ത്ഡേ ഗിഫ്റ്റെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മേടിച്ച് തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഇതും കണ്ടോ, നല്ല ചൂടാറാത്ത ആ കാസറോളുണ്ട്, എൻ്റെ സ്റ്റീലിൻ്റെ കാസറോളാണ്. ഇതാകുമ്പോൾ നല്ല അടിപൊളിയാണ്. മറ്റേത് മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊക്കെ എന്തോന്നാവുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മേടിച്ച് തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. സ്റ്റീലിൻ്റെ ഒരു കാസറോളാണ് എനിക്ക് എൻ്റെ ഇക്ക മേടിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അതും അങ്ങനെ എനിക്കിങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പൂജ എന്ന് പറയുന്ന എൻ്റെ മാജിക് കോയിന് അറിയാവില്ല എല്ലാവർക്കും. മാജിക് കോയിൻ അവളെ ഞാൻ പൂജ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഞാൻ പൂച്ചക്കുട്ടി എന്നാണ് അവളെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളാണ് അവളും സാഹിലും കൂടിയാണ് എനിക്കൊരു കേക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്കതൊക്കെ മിഠായി ഇക്കാടെ വകയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിയും സാഹിലും കൂടെ തന്ന ഗിഫ്റ്റ് ഞാൻ അതാണ്ട് തുറന്ന് നിങ്ങളുടെ മുമ്പിൽ അടിപൊളി ഒരു കേക്കാണ് എനിക്ക് അവർ മേടിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ മുത്തുത്താന്നും പറഞ്ഞുകൊണ്ടാണ് അവളെ എഴുതിച്ചിരിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടിയുടെ കേക്കിൻ്റെ ആ ഒരു വലിയ കേക്കാണ്. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം ഞാൻ എൻ്റെ കൈക്ക് മാത്രമാണ് അതിനകത്ത് നിന്ന് ഇച്ചിരി പിച്ച് കൊടുക്കുന്നത്, അല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. ഞാനും എൻ്റെ കൈ മാത്രമേ ഉള്ളായിരുന്നു കേക്ക് മുറിക്കാൻ. അപ്പം ഞാൻ എൻ്റെ കൈക്ക് ഇച്ചിരി കേക്കൊക്കെ പിച്ച് വെച്ച് കൊടുത്ത് കൈ എനിക്കിങ്ങനെ ഇച്ചിരി പിച്ച് വെച്ചൊക്കെ തന്നു കേട്ടോ. അടിപൊളി കേക്കെന്ന് വെച്ചാൽ എന്തിനാ ടേസ്റ്റായിരുന്നു അറിയാമോ കേക്കിന്. അപ്പം ഞാനതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി അന്നേരം തന്നെ കഴിച്ചു. കേക്ക് ഞാൻ കണ്ടാൽ വിടത്തില്ല, അറിയുമോ ഗേൾസ്. കേക്കും മധുരങ്ങളൊക്കെ ഞാനങ്ങ് കഴിക്കുകയാണ് കേട്ടോ. വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാനതൊക്കെ എടുത്ത് കഴിക്കുന്നത് കേട്ടോ. നമ്മളെന്തോ ഇനി നോക്കാനാണ്, കഴിച്ചു മരിക്കുക, അങ്ങനെയല്ലേ, മധുരം കഴിച്ച് മരിക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. അപ്പം ഞാൻ അത് കട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ പാത്രത്തിലോട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗേസ് നമുക്കെന്ന് പറയുന്നത് എൻ്റെ ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എൻ്റെ രജിതക്കുട്ടി തന്ന ഗിഫ്റ്റ് എനിക്ക് ഒന്നും ഉടുക്കാനോ അല്ലെങ്കിൽ അത് കാണിച്ച് ഞാൻ വീഡിയോ തന്നെ ഇട്ടത് താമസിച്ചാണ് ഞാനൊരു വീഡിയോ പോലും ഇട്ടത്. പിന്നെ എനിക്ക് ആ സാരി പോലും ഉടുത്ത് ഈ വീഡിയോയ്ക്കകത്ത് എനിക്ക് കാണിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. മനസ്സിലായില്ലേ? അത്ര സ്നേഹമായിട്ട് അവർ തരുന്ന ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മരിക്കുവോളം ആ ഗിഫ്റ്റിനെ പറ്റി ഓർക്കും, നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൂടെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. എൻ്റെ എല്ലാ മുത്തുമണികളും ഓരോ കഷ്ണം എടുത്തോളണം കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ എടുക്കുന്നത് ഞങ്ങളുടെ ഷെബീർ മുഹമ്മദിൻ്റെ അവൻ അയച്ചു തന്ന ഒരു
പിന്നെ ഗിഫ്റ്റാണിത് കേട്ടോ. അല്ലാതെ എനിക്ക് ക്യാഷായിട്ട് എനിക്ക് എൻ്റെ മുത്തു വേണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ ഗൂഗിൾ പേ നമ്പർ പോലും അയച്ചു കൊടുക്കാതെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ സെർച്ച് ചെയ്ത് എൻ്റെ പേര് സെർച്ച് ചെയ്ത് അതിനകത്തുനിന്ന് ഗൂഗിൾ പേ നമ്പർ എടുത്ത് എനിക്ക് ക്യാഷായിട്ട് കേക്ക് മേടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പൈസയായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം അങ്ങനെ അയച്ചു തന്ന എൻ്റെ സാസ് മുത്തുണ്ട് കേട്ടോ. എനിക്ക് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനങ്ങ് പറയും. കാരണം എന്ന് വെച്ചാൽ അവരെനിക്ക് എൻ്റെ സ്നേഹസമ്മാനമായിട്ട് തന്നൊരു പിന്നെ കാര്യങ്ങളല്ലേ, നമ്മൾ നിന്ദിക്കരുത്. അതുകൊണ്ട് നാളെ ഒരു സമയത്ത് എനിക്ക് ഇവരുടെ അടുത്ത് നിന്നൊക്കെ ചോദിച്ച് മേടിക്കേണ്ട ഗതികേട് വന്നാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സാസുമുത്തും എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നു. 1000 രൂപയാണ് എൻ്റെ സാസുമുത്തും അയച്ചു തന്നത്. ഞാനിതിവിടെ ഇങ്ങനെ പറയുന്നതിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയത്തില്ല. ഞാൻ ഈ യൂട്യൂബിൽ വന്ന് എനിക്ക് എൻ്റെ കുറേയേറെ ചങ്കകൾ, പിന്നെ എനിക്ക് ഇതിനകത്ത് എനിക്ക് വയ്യാതെ കിടന്നപ്പോഴായാലും എൻ്റെ വീട്ടിലും കുറേ പിന്നെ ഞാൻ പറയട്ടെ, മെഹറൂസ്, ഉമ്മീസ്, പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ ഫാൻസി ഉണ്ടല്ലോ, ഞാൻ പാച്ചി എന്നാണ് വിളിക്കുന്നത്, ഫാൻസിയുടെ ഭാര്യ, മക്കൾ എല്ലാവരും എൻ്റെ വീട്ടിൽ എനിക്ക് വയ്യാതെ കിടന്നപ്പോൾ വന്നു. അവരൊക്കെ അവരുടെ കയ്യാലാവുന്ന എനിക്ക് സഹായിച്ചു. അതുപോലെ എല്ലാവരും. അപ്പോൾ ഇതൊന്നും എനിക്ക് മറക്കാനൊക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സന്തോഷവും സ്നേഹമൊക്കെയാണ് കേട്ടോ. അല്ലാതെ എനിക്ക് വേറെ ഒരു ഇതുമില്ല. എനിക്ക് നാണക്കേടൊന്നുമില്ല പറയുന്നതിൽ. അവരൊക്കെ എനിക്ക് ഒരു എന്തോന്നായിട്ട് തന്നതല്ലേ. അപ്പോൾ പിന്നെ അതും അങ്ങനെ കേട്ടോ. അപ്പോൾ പട്ടി കുരയ്ക്കുന്നുണ്ട്. വല പിടിച്ചൊരു പട്ടി അപ്പുറത്ത് കിടന്ന് കുരയ്ക്കുന്ന കുരയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ കേക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്നേഹം കൊണ്ട് ഇതിനുള്ളിൽ നിന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഈ കേക്കുകളൊക്കെ മുറിച്ച്. പിന്നെ അപ്പോൾ ഷബീർ കേക്ക് അയച്ചു തന്നല്ല, അവന് ക്യാഷ് ഇട്ട് തന്നു. പിന്നെ ഞാൻ കേക്ക് മേടിച്ചു കേട്ടോ. ഇതൊക്കെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തരുതല്ലോ. അപ്പോൾ അവരുടെ മനസ്സിലെന്തോ വിഷയം, അവരൊരു സ്നേഹത്തിൻ്റെ പേരിൽ, സന്തോഷത്തിൻ്റെ പേരിലായിരിക്കും എനിക്കിതൊക്കെ ചെയ്തു തരുന്നത്. അപ്പം ഞാനത് വേണ്ട എന്നും പറഞ്ഞ് നിന്നിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് ചെറുതായാലും വലുതായാലും. പിന്നെ അവരൊക്കെ ഈ തരുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലുത് എനിക്ക് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇവരൊക്കെ തരുന്ന സ്നേഹ സമ്മാനങ്ങൾ ഞാൻ ഒന്നും തന്നെ വേണ്ടാന്ന് വയ്ക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് എല്ലാവർക്കും കട്ട് ചെയ്ത് വെക്കുവാണ്. കൊടുക്കാനുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടി ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. വലിയ കേക്കാണ് കേട്ടോ, രണ്ടും അതേ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കേക്കുകളാണ്. അപ്പോൾ പിന്നെ ഞാനത് കാരണം എന്ന് വെച്ചാൽ കേക്കാണ്, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിരുന്ന് അങ്ങ് കഴിച്ചു പോകും. അതുകൊണ്ട് കൈയോടെ തന്നെ എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. ഓരോരുത്തർക്കും കൊടുക്കാനും, കുട്ടികൾക്ക് കൊടുക്കണം, അയൽവാസികൾക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. ചെറിയ കഷ്ണമായിട്ടല്ല, വലിയ കഷ്ണമായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ ചങ്കുകൾ, എൻ്റെ മുത്തുമണികൾ എനിക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. എനിക്ക് സ്നേഹം തരുന്ന മുത്തുമണികളാണ് കേട്ടോ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന മുത്തുമണികളാണ്. അതുപോലെ എനിക്കും അവരോട് അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ വയറ്റിൽ വന്ന് എനിക്ക് പിന്നെ ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കാര്യമില്ല, അതൊക്കെ ഇങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ പക്ഷേ വയറ്റിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവണം, എന്നെങ്കിലേ നമുക്കൊരു പിന്നെ ഇത് മുൻപോട്ട് എങ്ങനെയും വിജയിപ്പിച്ച് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ വിജയിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു തോന്നലും വരുത്തുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളെ തകർക്കാനും കുറേ പേര് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഞാൻ എന്തോന്നാവത്തില്ല. നമ്മളെ വേണമെന്നുള്ളവർക്ക് അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ ആ സ്ഥാനം അവർ കൈവിടത്തില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഒഴിവാക്കത്തില്ല. തീരെ ചെറിയ നിസ്സാര കാര്യത്തിന് പോലും പിന്നെ നമ്മളെ ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കട ഗിഫ്റ്റും. പിന്നെ അല്ലാതെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ മിഠായി, പിന്നെ കേക്ക്, ഇതൊക്കെ ഞാനിങ്ങനെ വെച്ച് ഒത്തിരി സന്തോഷിച്ചു കേട്ടോ. എനിക്ക് അടുത്ത വർഷത്തെ ഞാൻ പിറന്നാളൊന്നും അങ്ങനെ ഇതുവരെയൊന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അടുത്ത വർഷത്തെ പിറന്നാൾ എനിക്ക് ആഘോഷിക്കാനൊക്കെ ഒന്നും അടുത്ത നിമിഷം എനിക്ക് എന്താ സംഭവിക്കുന്നതെന്നൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് പിന്നെ ആ ഒരു ദിവസം എനിക്ക് നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന് കേട്ടോ. അപ്പോൾ താങ്ക്സ് മുത്തുമണികളെ.